ഹരേ രാമ ഹരേ കൃഷ്ണ. നിഷിദ്ധമായ കർമ്മങ്ങളെയും അനീതിപരമായ കർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നത് ഉചിതമാണ്. കർമ്മങ്ങളെയും അനീതിപരമായ കർമ്മങ്ങളെയും തിരിച്ചറിയാൻ പഠിക്കണം. അപ്പോഴേ ഉപേക്ഷിക്കാൻ കഴിയൂ. അത് ഒരു ജ്ഞാനിയായ ഗുരുവിനെ പഠിപ്പിക്കാൻ കഴിയൂ. അല്ലാതെ ആർക്കും കഴിയില്ല. കാരണം അതിലും കർമ്മവും അകർമ്മവുമുണ്ട്. അതുകൊണ്ടാണ് ഒരു ജ്ഞാനിയായ ഗുരുവിനെയല്ല, അതൊരു ഭൗതിക ലൗകിക സുഖത്തിൽ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ്. കർമ്മങ്ങളുടെ പ്രതിഫലനത്തിനായുള്ള ആഗ്രഹവും ഉചിതമാണ്. എന്നാൽ നിർദ്ദേശിക്കപ്പെട്ട കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല. നിർദ്ദേശിക്കപ്പെട്ട കർമ്മങ്ങൾ മനസ്സിനെ ശുദ്ധീകരിക്കാനും തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്ക് സത്തോ ഗുണത്തിൽ നിന്ന് ഉയർത്താനും സഹായിക്കുന്നു. അവ ഉപേക്ഷിക്കുന്നത് മണ്ടത്തരത്തിൻ്റെ തെറ്റായ പ്രകടനമാണ്. ത്യാഗത്തിൻ്റെ പേരിൽ നിർദ്ദേശിക്കപ്പെട്ട കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് അജ്ഞതയുടെ മൂഢത്വമാണ്. ഭഗവാൻ പറയുന്നത്, ഈ ലോകത്തിൽ വന്നതിൽ നമുക്കെല്ലാവർക്കും കടമകളുണ്ട്. അവ നിറവേറ്റുന്നത് ഒരു വ്യക്തിയിൽ ഉത്തരവാദിത്വവും മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും അച്ചടക്കവും വേദനയും പ്രയാസങ്ങളും സഹിക്കൽ തുടങ്ങിയ നിരവധി ഗുണങ്ങൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നു. ആരെങ്കിലും പറയുന്നത് കേട്ട് അജ്ഞത കാരണം അവയെ ഉപേക്ഷിക്കുന്നത് ആത്മാവിൻ്റെ അധപതനത്തിലേക്ക് നയിക്കുന്നു. ഈ നിർബന്ധിത കടമകൾ ഒരാളുടെ ബോധത്തിൻ്റെ നിലവാരത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. ഒരു സാധാരണ വ്യക്തിക്ക് സമ്പത്ത് സമ്പാദിക്കൽ, കുടുംബത്തെ പരിപാലിക്കൽ തുടങ്ങിയ പ്രവർത്തികൾ നിർദ്ദേശിക്കപ്പെട്ട കടമകളാണ്. ഒരാൾ ഉയർത്തപ്പെടുമ്പോൾ ഈ നിർബന്ധിത കടമകൾ മാറുന്നു. ഒരു ഉയർന്ന ആത്മാവിന് ത്യാഗം, ദാനം, തപസ് എന്നിവയാണ് കടമകൾ. ഈ കടമകൾ ഉപേക്ഷിക്കുന്നവർ അജ്ഞത കാരണം അവയെ ഉപേക്ഷിക്കുന്നത് ആത്മാവിൻ്റെ അധപതനത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.